ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം അതായത് 22-ാം തീയതി ഈ ചാനലിന് മോണിറ്റൈസേഷൻ കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ ചാനൽ ഏകദേശം തുടങ്ങിയിട്ട് 1 വർഷവും 5 മാസമായിട്ടുണ്ട്. 2019 ഫെബ്രുവരിയിലായിരുന്നു ആദ്യമായിട്ടുള്ള ഒരു വീഡിയോ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം മെനഞ്ഞാന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ 4000 മണിക്കൂർ എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അതിനുശേഷം ഇന്നലെ രാവിലെ ഞാൻ 10 മണിക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇത് അപ്ലൈ ചെയ്യുന്നത് മോണിറ്റൈസേഷന് വേണ്ടി. എനിക്ക് ആൾറെഡി ആഡ്സൻസ് അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മോണിറ്റൈസേഷൻ എലിജിബിലിറ്റി കിട്ടിക്കഴിഞ്ഞിട്ട് അവർ അപ്രൂവൽ കിട്ടിയാൽ മതി, ആ ആഡ്സൻസ് അക്കൗണ്ടിലേക്ക് ലിങ്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ കരുതി കോവിഡൊക്കെ ആയത് കാരണത്താൽ ചിലപ്പോൾ 1-2 ആഴ്ചയൊക്കെ എടുക്കും റിവ്യൂ ചെയ്തിട്ട് മറുപടി തരാനെന്നുള്ളത്. ഇന്നലെ രാവിലെ 10 മണിക്ക് അപ്ലൈ ചെയ്തു. ഇന്നലെ വൈകിട്ട് 5:20 ആയപ്പോൾ സമയത്ത് ഇത് അപ്രൂവൽ ആയിക്കൊണ്ടുള്ള മെയിൽ വരുന്നു. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇപ്പോൾ ഈ വിഷയം നിങ്ങളുടെ മുന്നിലേക്ക് പറയുന്നത്. കാരണം ഇതൊരു ചെറിയ ചാനലാണെന്ന് അറിയാം, ഒരുപാട് വിഷയങ്ങളെക്കുറിച്ചൊന്നും പറയുന്ന ചാനലല്ല, കുറച്ച് വിഷയങ്ങളെക്കുറിച്ച് കുറച്ച് വീഡിയോകൾ ചെയ്യുന്ന ചാനലാണ്. ഈ ചാനൽ തുടങ്ങിയതിനൊരു ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് സത്യസന്ധമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. എന്തായാലും അത് സഫലമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഈ പറയുന്ന ആഡ്സൻസ് പോലുള്ള സംഭവങ്ങൾ കിട്ടുമ്പോൾ കൂടുതൽ സന്തോഷം. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ശരിക്കും പറഞ്ഞാൽ വെബ് ലോകത്ത് സജീവമായിട്ട് ഞാനുണ്ട്. ബ്ലോഗിങ്ങും ഈ പറഞ്ഞ ആഡ്സൻസ് പരിപാടികളൊക്കെ ആയിട്ട് അത്യാവശ്യം വരുമാനമൊക്കെ ആയിട്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എനിക്കൊരു ചിന്ത വരികയായിരുന്നു, നമ്മൾ ഈ പറയുന്ന ആഡ്സൻസും കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചെടുത്ത കുറേ കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതും സ്വയം അധ്വാനിച്ച് തന്നെയാണ് അത് പഠിച്ചത്. പ്രത്യേകിച്ച് ആരിൽ നിന്നും അല്ല നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ഈ പറയുന്ന നെറ്റിൽ കാണുന്ന ഓരോ റിസോഴ്സസ് ഉപയോഗപ്പെടുത്തി തന്നെയാണ് പഠിച്ചത്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഒരുപാട് സംശയങ്ങൾ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അതങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി റിസർച്ച് നടത്തുകയും ഒരുപാട് നേരം കഷ്ടപ്പെട്ടിരുന്നാണ് ഇതെല്ലാം കണ്ടുപഠിച്ചത്. പക്ഷെ നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന രീതിയുണ്ട്. നമുക്കറിയാം, നമ്മുടെ പല ആൾക്കാരും, നമ്മുടെ അയലത്തുള്ളവരോ അല്ലെങ്കിൽ അടുത്തുള്ള ആൾക്കാരോ ഒക്കെ, നമ്മുടെ സുഹൃത്തുക്കളോ പോലും ഈ മേഖലയിൽ അത്യാവശ്യം നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷെ അവരാരും പലപ്പോഴും ആയിട്ട് ബന്ധപ്പെട്ടുള്ള സത്യസന്ധമായ കാര്യങ്ങൾ സുഹൃത്തുക്കൾക്ക് പോലും പറഞ്ഞു കൊടുക്കാനായിട്ട് മടിക്കും. കാര്യം നമ്മൾ ചോദിക്കുന്ന സമയത്ത് അവരെ വഴിതെറ്റിക്കുന്ന രീതിയിലാണ് പലരും പറഞ്ഞു കൊടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റത്തില്ല. ഈവൻ അതുപോലെ തന്നെ നമുക്കറിയാം, SEO ആണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് ക്യാഷ് ഒഴുകുന്ന ഒരു മേഖലയാണിത്. അവിടേക്ക് പല ആൾക്കാരും ഒരു സംരംഭകർ ഒരു ചെറിയ വെബ്സൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ SEO വർക്കിനുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും സമീപിക്കുന്ന സമയത്ത് അവർ ആദ്യം ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് പറ്റത്തില്ല, ഇത് ഞങ്ങളെ കൊണ്ടേ പറ്റൂ എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരമായിരിക്കും സംസാരിക്കുന്നത്. അതിനുശേഷം വലിയൊരു എമൗണ്ട് അല്ലെങ്കിൽ വലിയൊരു തുക പറഞ്ഞതിന് ശേഷമാണ് അവർ ആ പണി ഏറ്റെടുക്കുന്നത്. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കോഴ്സുകളൊക്കെ ഇപ്പോൾ ഉണ്ട്. പക്ഷേ പലപ്പോഴും ഈ കോഴ്സുകൾ കൊണ്ടൊന്നും ആൾക്കാർക്കൊന്നും അത്ര രീതിയിലുള്ള ഗുണം കണ്ടുവരുന്നിട്ടില്ല. അതുപോലെ തന്നെ ഈ കോഴ്സ് പഠിച്ചതിന് ശേഷം ഇത് പഠിപ്പിക്കാൻ ഇറങ്ങുന്നവരെ കണ്ടിട്ടുണ്ട്. ഡയറക്റ്റായിട്ട് ഈ ഫീൽഡിൽ ബന്ധമില്ല, ഇത് ചെയ്തു നോക്കിയിട്ടില്ല ഒരിക്കൽ പോലും. അത്തരക്കാരുടെ കയ്യിൽ നിന്നൊക്കെ പഠിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണെന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്കറിയാവുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് കുറച്ച് പേരെ ഉള്ളെങ്കിൽ പോലും അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഒരുപാട് ക്യാഷ് മുടക്കി അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് അവർ പഠിക്കാതായി പോകരുത്. കാര്യം ഒരുപാട് ഈ മേഖലയിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കിടയിലുണ്ട്. അവർക്കെന്ന് പറയുന്നത് ഒരുപാട് കോഴ്സിനെയൊക്കെ ചേർന്നിട്ട് ഇത് പഠിക്കുക എന്ന് പറയുന്നത് ചിലർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇംഗ്ലീഷ് കണ്ടന്റുകളൊക്കെ ഒരുപാട് ഈ മേഖലയിൽ ഒരുപാട് കിടപ്പുണ്ട്. പക്ഷേ ചില ആൾക്കാർക്കെന്ന് പറയുന്നത് ഫോറിൻ കണ്ടന്റുകളൊക്കെ വായിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ വീഡിയോ കണ്ട് അത് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ ഫോറിൻ കണ്ടന്റുകൾ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഡയറക്റ്റായിട്ട് അവതരിപ്പിച്ച് അത് വിജയിക്കണമെന്നില്ല. അപ്പം നമ്മളുടെ ഒരു വെർഷൻ, നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റുക എന്നുള്ളത് വളരെ സിമ്പിളായിട്ട്, അതായത് വലിയ ടെക്കികൾക്ക് വേണ്ടിയുള്ള വീഡിയോസ് ഒന്നും അല്ല എൻ്റെ ചാനലിൽ. വളരെ സാധാരണക്കാരായ ആൾക്കാർക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പഠിക്കാൻ, അല്ലെങ്കിൽ അവർക്കൊരു സംരംഭം ഉണ്ടെങ്കിൽ അത് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാനെന്നുള്ളത്, അവർക്കൊരു ബ്ലോഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ വളർത്താൻ പറ്റും, അതിനകത്തുനിന്ന് കുറച്ച് വരുമാനം എങ്ങനെ കിട്ടും, ഇത്തരം കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അതിന് പ്രത്യേകിച്ച് ഫീസൊന്നും മേടിക്കുന്നില്ല. ഈ ചാനലിൽ കൂടെ എനിക്കറിയാവുന്ന വിവരങ്ങൾ സത്യസന്ധമായിട്ടാണ് ഞാൻ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ ചാനൽ കാണുന്ന സമയത്ത് ഇതിനകത്ത് ഒരുപാട് വ്യൂസ് ഒന്നും ആദ്യം വരുന്നില്ല. വളരെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ വളരെ കുറച്ച് ആൾക്കാരെ ആദ്യം വ്യൂ ചെയ്യുന്നുള്ളൂ. പക്ഷേ എനിക്കുള്ള ഒരു സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, പണ്ട് 10, 20, 30 വ്യൂസിൽ കിടന്ന സമയത്ത് വീഡിയോസൊക്കെ വ്യൂസിൽ കിടന്നതൊക്കെ ഇപ്പോൾ ഏകദേശം 5000, 10,000-ത്തിലേക്കൊക്കെ എത്തി. അപ്പോൾ അതൊക്കെ ഈ വീഡിയോകൾ ആൾക്കാരിലേക്ക് എത്തുന്നുണ്ടെന്നും അവർക്ക് ഗുണം ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ കൂടുതൽ സന്തോഷമാണ്. അപ്പോൾ ഒരു വലിയ ലാർജ് ഓഡിയൻസ് അല്ലെങ്കിൽ വലിയ വ്യൂവേഴ്സ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലൊന്നുമല്ല ഞാൻ ഈ വീഡിയോകൾ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ ക്ലാസ്സിൽ ഒരു അധ്യാപകം പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ക്ലാസ്സിന് മുന്നിൽ അല്ലെങ്കിൽ നമുക്ക് മുന്നിൽ 50 പേര് അല്ലെങ്കിൽ മാക്സിമം 100 പേരൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇരിക്കുന്നത്. അപ്പം നമുക്ക് അവർക്ക് വേണ്ടി നമ്മൾ വളരെ സത്യസന്ധമായിട്ടാണ് നമ്മൾ ഇത് എടുത്തു കൊടുക്കുന്നതെങ്കിൽ തന്നെ നമുക്കൊരു വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും.
പിന്നെ ഒരു ക്ലാസ് എടുത്ത് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവർക്ക് വീണ്ടും വീണ്ടും ക്ലാസ് എടുക്കേണ്ടി വരുന്നുണ്ട് പുതിയ ബാച്ചുകൾ വരുന്ന സമയത്ത്. നമുക്ക് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു തവണ നമ്മളൊരു വിഷയത്തെക്കുറിച്ച് പഠിപ്പിച്ചത് വീഡിയോ ആയിട്ട് കഴിഞ്ഞാൽ അത് അപ്പം ഒരു 100 പേരെ കാണുന്നുണ്ടെങ്കിൽ അതിനുശേഷം അത് 1000 ആകാം 10,000 ആകാം, പല ആൾക്കാർക്കും അത് പ്രയോജനപ്പെടും എന്നുള്ള ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോകളെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നത്. പല ആൾക്കാരും അനുഭവമായിട്ട് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ നമ്മൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സുഹൃത്ത് ഇത് ചെയ്യുന്നുണ്ട്, അവരുടെ അടുത്ത് ചെന്ന സമയത്ത് വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന കിട്ടിയില്ല, അല്ലെങ്കിൽ അവരത് പറഞ്ഞു തരുന്നില്ല. ചില ആൾക്കാർ പറഞ്ഞു കൊടുക്കും, പക്ഷേ അത് ജനറലായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, ആ സ്പെസിഫിക് ഏരിയയെക്കുറിച്ച് അവർ മിണ്ടത്തില്ല. കാര്യം ഇവരും വളർന്നാലോ എന്നുള്ള പേടി. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടവർക്ക് എല്ലാവർക്കും വളരാനുള്ള ഒരു സ്പേസ് ഇപ്പോൾ ഉണ്ട് ഓൺലൈനിൽ. അല്ലാതെ നമ്മളൊരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ട് നമ്മളെ മറികടന്നവൻ വരുമോ, അല്ലെങ്കിൽ അവന് കൂടുതൽ സ്പേസ് കിട്ടുമോ, നമുക്ക് കിട്ടാതായി പോകുമോ എന്നുള്ള ചിന്തയൊന്നും വേണ്ട. നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മളെ കേൾക്കാൻ ആൾക്കാർ കൂടത്തേ ഉള്ളൂ. ഒരു കാരണവശാലും അത് കുറയത്തില്ല. നമുക്കുള്ള സ്പേസ് നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ ഈ ചാനൽ തുടങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം, യൂട്യൂബിലാണെന്നുണ്ടെങ്കിലോ ബ്ലോഗിനെ കുറിച്ചാണെങ്കിലോ ഒക്കെ ഒരുപാട് തെറ്റിദ്ധാരണകൾ പരത്തുന്നുണ്ട് ആൾക്കാർ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരൂ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നിങ്ങൾക്ക് 10,000 വ്യൂസ് തരാം, ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് 1000 സബ്സ്ക്രൈബർ ഉണ്ടാക്കി തരാം, അതല്ലെങ്കിൽ 5 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത രീതിയിൽ വീഡിയോസ് വൈറലാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റായ രീതിയിൽ അത് കുറേ ട്രിക്സുകൾ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. ചില ആൾക്കാർക്കൊക്കെ ഇത് പട്ടാഭായത്തിന് ഫലിച്ചു പോകും. അതെന്ന് പറയുന്നത് ഈ ലോട്ടറി അടിക്കുന്ന പോലെ തന്നെയാണ്. പക്ഷേ എൻ്റെ അനുഭവത്തിലെന്ന് പറയുന്നത് അങ്ങനെ ഒരു ഡയറക്റ്റ് ട്രിക്കൊന്നും ഇല്ല ഇത് പഠിപ്പിച്ചു തരാനായിട്ട് എൻ്റെ അറിവിൽ. കാര്യം പിന്നെ ഒരുപാട് ടെക്നിക്കൽ ആവുന്നത് കണ്ടിട്ടുണ്ട് ആൾക്കാർ. അത് ചെയ്ത് ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും അതൊന്നും അല്ല. നല്ല രീതിയിൽ കണ്ടന്റുകൾ വളരെ സ്ഥിരതയോടുകൂടി ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ചാനൽ വിജയിക്കും. പക്ഷേ ഇങ്ങനെ തെറ്റിദ്ധാരണ വരുത്തുന്ന രീതികളെന്ന് വെച്ചാൽ അവർക്ക് അതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാവും, ഒരുപാട് വ്യൂ കിട്ടണം. അതൊന്നും ആയിരുന്നില്ല ഞാൻ എൻ്റെ ചാനൽ തുടങ്ങുമ്പോഴുള്ള എൻ്റെ ലക്ഷ്യം. അത് വളരെ സത്യസന്ധമായി കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. എൻ്റെ ചാനൽ ഒരുപാട് വ്യൂസ് കിട്ടിയില്ലെങ്കിൽ പോലും 100 പേരെ കാണുന്നുണ്ടെങ്കിൽ ആ 100 പേരിൽ 50 പേർക്കെങ്കിലും അത് പ്രയോജനം ചെയ്യണം. ഇത്തരം കാര്യങ്ങളായിരുന്നു നമ്മൾ ലക്ഷ്യം വെച്ചിരുന്നത്. എന്തായാലും ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളെ ബന്ധപ്പെടുകയും നമുക്ക് കമൻറ്റ് രൂപത്തിൽ ചോദിക്കുകയും അല്ലാതെ വിളിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെ സന്തോഷമാകാറുണ്ട്. കാര്യം കുറച്ച് ആൾക്കാരിലെങ്കിലും അത് എത്തുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അവർക്കത് ഗുണം കിട്ടുന്നുണ്ടല്ലോ എന്നറിയുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതുതന്നെയാണ് നമുക്ക് അടുത്ത വീഡിയോകൾ ഉണ്ടാക്കാനായിട്ട് പ്രേരണയാകുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഒരു കാരണവശാലും ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുകയോ അതല്ലെങ്കിൽ ഏതൊരു കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അത് പ്രേക്ഷകന് വിട്ടുകൊടുക്കുക, അവൻ തീരുമാനിക്കട്ടെ അവൻ ഏത് വേണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ചില കമ്പനി സ്പെസിഫിക് ആയിട്ടുള്ള ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്. അത് ഞാൻ പറയുന്നില്ല. നിങ്ങളെ തിരഞ്ഞെടുക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ പഠിപ്പിച്ചു തരാം. പക്ഷേ ഏത് വേണമെന്നുള്ളത് നിങ്ങൾ ആത്യന്തികമായിട്ട് തീരുമാനിക്കുക എന്നുള്ളത്. ഇതൊരു ചെറിയ ചാനലാണെന്നുണ്ടെങ്കിലും നിങ്ങളെല്ലാവരും തന്ന പ്രോത്സാഹനം എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പോലെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള വിഷയമാണ് ചെയ്യുന്നതെങ്കിൽ പോലും അതിൽ ആൾക്കാരെ സ്റ്റിക്ക് ഓൺ ചെയ്യുകയും കമൻറ്റുകൾ പറയുകയും സംശയങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ തുടർന്നും തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്തൊരു ലെവലിലേക്ക് നമുക്ക് ഈ ചാനലിനെ കൊണ്ടുപോകാനായിട്ട് പറ്റും. എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, സാധാരണഗതിയിൽ ആൾക്കാർ ചാനൽ വളർന്നതിന് ശേഷമാണ് ഒരു യൂട്യൂബ് എങ്ങനെ വളർത്താമെന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ ചെയ്തു തുടങ്ങുന്നത്. പക്ഷേ ഞാൻ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, വളരെ കുറച്ച് വീഡിയോകൾ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത്, ഒരുപാട് വളർന്നതിന് ശേഷം ഒരാൾ എന്താ ചെയ്തതെന്ന് പഠിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ എൻ്റെ ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുള്ള ഈ ചാനൽ എങ്ങനെയാണ് വളരുന്നതെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളെക്കുറിച്ചും അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. പക്ഷെ അത് ഒരുപാട് വീഡിയോകൾ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. കാര്യം എൻ്റെ അനുഭവം, എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനൽ വളരുന്ന മുറയ്ക്ക് ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം എൻ്റെ ചാനൽ വളരുന്നുണ്ടെങ്കിൽ ഈ ട്രിക്സ് ഒക്കെ തന്നെയാണ് നമ്മളും ഉപയോഗിച്ചിട്ടുള്ളത്. എൻ്റെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവർ വളരട്ടെ. അവർ വളർന്ന അതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളോടാണല്ലോ അവർ ഉപയോഗപ്പെടുത്തിയതെന്നുള്ളത്. അതിനുകൊണ്ട് ഈ ക്യാഷിന് അപ്പുറത്തായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട്, അതല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ എപ്പോഴും ഒരു കണ്ടന്റ് നിർമ്മിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വീഡിയോ നിർമ്മിച്ച് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം നോക്കുമ്പോൾ 50 വ്യൂസ് 100 വ്യൂസ് ഒക്കെ കാണുന്ന സമയത്ത് ഞാനത് വലിയ ശ്രദ്ധിക്കാറില്ല. കാര്യം ഞാൻ എപ്പോഴും കണ്ടന്റുകൾ നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് 1 വർഷത്തിന് ശേഷം എന്താകും എന്നുള്ള ചിന്തയിലാണ്. അല്ലെങ്കിൽ 1 വർഷത്തിന് ശേഷം നല്ല വ്യൂസ് കിട്ടി തുടങ്ങുമെന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, എൻ്റെ 1 വർഷം മുന്നേ ഉള്ള വീഡിയോകളുടെ വ്യൂസ് നോക്കിയാൽ അറിയാൻ പറ്റും. നല്ല രീതിയിൽ അത് വർദ്ധിച്ചു വരുന്നതായിട്ടും കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോഴത്തേക്കല്ല ഞാൻ കണ്ടന്റ് ആക്ച്വലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ജനറലായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഒരുമിച്ചാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. വളരെ പഠിച്ചതിന് ശേഷം എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് അത് പറയുന്നത്. അപ്പോൾ ഭാവിയിലേക്ക് അത് ഗുണം ചെയ്യും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ അടുത്ത ഒരു മൈൽ സ്റ്റോൺ വരുന്ന സമയത്ത് ഞാൻ ഇതുപോലുള്ള കാര്യങ്ങളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വീഡിയോകൾ കാണണം. അതുപോലെ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ എല്ലാവരും തന്ന സപ്പോർട്ടിന് വളരെ നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഇതുവരേക്കും ബൈ.